ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കൊരു യാത്ര പോയാലോ? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് പോകുന്നത്. നിന്നല്ലേ അത് പറഞ്ഞു തരാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ രാവിലെയാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ഞാനും അനിയത്തി മക്കളൊക്കെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കണ്ണൂർ പോയിട്ടാണ് കേട്ടോ ട്രെയിൻ കയറുന്നത്. എൻ്റെ വീട്ടിലധികം ട്രെയിനിൽ പോകുന്ന വീഡിയോ തന്നെയല്ലേ. ഇളയാണ് കേട്ടോ നമ്മൾ കൊണ്ടുവിട്ടത്. ഇളയൻ്റെ ഓട്ടോക്കാണ് പോയത്. ഞങ്ങൾ കണ്ണൂരെത്തി. 4:50 ട്രെയിൻ. നമ്മൾ 5 മണിയായിട്ട് എത്താൻ. അപ്പോൾ ആ ട്രെയിൻ മിസ് ചെയ്ത് ആ ട്രെയിൻ പോയി. പിന്നെ ഇപ്പോൾ തന്നെ ഒരു 5:10 തന്നെ വേറൊരു ട്രെയിൻ വന്നു കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ കയറി. യാത്രാ ട്രിപ്പ് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർ മാത്രം കണ്ടാൽ മതി കേട്ടോ. എൻ്റെ വീഡിയോയിൽ അധികം ഇപ്പം ഇങ്ങനെയാണ്. കുക്കിംഗ് വീഡിയോ ഒക്കെ കൊണ്ടുവരണമെന്നുണ്ട്. ഇൻഷാല്ല കൊണ്ടുവരും. ഇപ്പം ഞാൻ യാത്രാ വീഡിയോ ഇട്ടത്. ഇനി 2 വീഡിയോ അങ്ങനെ ഇടാനുമുണ്ട്. പിന്നെ എന്താ വെച്ചാൽ യാത്ര പോകാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. പിന്നെ നമ്മൾ കണ്ണൂരിൽ നിന്ന് കയറിയ ശേഷം പിന്നെ കുറച്ച് വീഡിയോ ഞാൻ ഷോർട്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഷോർട്സ് എന്ന് വെച്ചാൽ ഷോർട്സ് വീഡിയോ ഇടാനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് സമയം ഉറങ്ങി. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ. അപ്പോൾ ട്രെയിൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്നും നിർത്തുന്നൊന്നുമില്ല. കോഴിക്കോട് എത്തുമ്പോൾ കുറച്ച് സമയം നിർത്തുന്നുണ്ട് കേട്ടോ. സൂര്യനുദിച്ച് വരുന്ന വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ അതൊന്നും കിട്ടണമെന്നില്ല കേട്ടോ. കാറുണ്ട്. പിന്നെ അങ്ങനെ മെല്ലെ രാവിലെ ആവാൻ തുടങ്ങി. എന്ന് വെച്ചാൽ നേരം വെളുത്ത് സൂര്യനുദിക്കുന്ന പോലെയല്ല. പക്ഷെ അതൊന്നും ഇല്ല കേട്ടോ. മഴക്കാറായതുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തി കേട്ടോ. അപ്പോൾ ഇതിലൊന്നും വരുന്നുമില്ല കേട്ടോ. ചായയോ ഒന്നുമില്ല. നമ്മൾ കണ്ണൂരിൽ നിന്ന് കയറിയിട്ട് നമുക്കൊന്നും കിട്ടിയിട്ടില്ല. നമ്മൾ ചായ കുടിച്ചിട്ടാണ് വന്നത്. പക്ഷെ ഒരു ക്ഷീണം, ഒരു ചായയൊക്കെ കുടിക്കാന്നൊക്കെയുള്ള മൂഡിലാണ് നിൽക്കുന്നത്. പക്ഷെ ഒന്നും വന്നിട്ടില്ല കേട്ടോ. പക്ഷെ നല്ല മഴ സമയത്തായതുകൊണ്ട് നല്ല പച്ചപ്പൊക്കെ ഉണ്ട് കേട്ടോ. പുറത്തേക്ക് കാണാൻ നല്ല രസമുണ്ട് കാണാൻ. ഈ വീഡിയോ എടുക്കുന്നതിനേക്കാണ് ഇതൊക്കെ കണ്ടിരുന്ന് പോകാനാട്ടോ രസം. പിന്നെ ഇത് സ്റ്റേഷനിൽ അങ്ങനെ നിർത്തുന്നില്ലെങ്കിലും ഇടയ്ക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുതൽ നിർത്തുന്നില്ല കേട്ടോ. പിന്നെ ഷൊർണൂർ എത്തിയിട്ടാണ് കേട്ടോ ചായയൊക്കെ വന്നത്. ഷൊർണൂർ എത്തിയ സമയത്ത് ഒരുപാട് ആളുകൾ ചായ വെക്കുന്നവരില്ലേ, അവർക്ക് ഉള്ളിൽ കയറുന്നില്ല കേട്ടോ. പുറത്തുനിന്നാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചായയൊക്കെ മേടിച്ചു. പിന്നെ വെള്ളമൊക്കെ മേടിച്ചു. അങ്ങനെ നമ്മൾ ഷൊർണൂരിൽ നിന്ന് വിടുകയാണ് കേട്ടോ. ഷൊർണൂർ കുറച്ച് സമയം നിർത്തുന്നുണ്ട്. അല്ലാണ്ട് മറ്റുള്ള സ്ഥലത്ത് അങ്ങനെയൊന്നും നിർത്തുന്നില്ല കേട്ടോ. സൂപ്പർ ഫാസ്റ്റാണ്, അതുകൊണ്ടായിരിക്കും. പിന്നെ ഇത്ര മഴ പെയ്തിട്ട് നോക്ക്, ഇവിടെയൊക്കെ പുഴയിൽ അങ്ങനെ വെള്ളമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ വിചാരിക്കും മഴ പെയ്ത പുഴയിലൊക്കെ നല്ല വെള്ളം ഉണ്ടാവില്ലേ. അങ്ങനെ ട്രെയിനിലെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മളതാ എറണാകുളം കൊച്ചി എത്തി കേട്ടോ. പക്ഷെ നല്ല എണ്ണ കേട്ടോ. നമ്മൾ കാണാത്ത സ്ഥലമല്ലേ. കാണുമ്പോൾ ഒരു വേറെ തന്നെ. എന്ന് വെച്ചാൽ മംഗലാപുരം പോലെയൊന്നും അല്ല കേട്ടോ. മംഗലാപുരത്തിനൊക്കെയാണെങ്കിൽ കുറച്ച് നീറ്റൊക്കെ ഉണ്ട് കേട്ടോ. മംഗലാപുരം അത്ര ഒരു എന്താ പറയുക, വൃത്തിയില്ലാത്ത പോലത്തെ സ്ഥലങ്ങളാണ് കേട്ടോ. എന്നുവെച്ചാൽ എൻ്റെ ഭർത്താവിൻ്റെ നാടാണ്, ഞാൻ കുറ്റം പറയുന്നതല്ല. പക്ഷെ അതുപോലെയല്ല, കുറച്ചുകൂടി നല്ല സ്ഥലം ഇതന്നെ കൊച്ചിയിലും. അങ്ങനെയല്ല കേട്ടോ. മംഗലാപുരത്ത് വെച്ചാൽ ബോംബെ, മംഗലാപുരം ആ സൈഡ് അതൊരു വേറെ തന്നെയാണ് കേട്ടോ. പക്ഷെ ഇത് മലയാളികളുള്ള സ്ഥലങ്ങളായതുകൊണ്ടായിരിക്കാം കുറച്ചും കൂടി നീറ്റ്. അങ്ങനെ നമ്മൾ എസ്റ്റേറ്റിലാണ് കേട്ടോ അപ്പുറത്തേക്ക് പോകുന്നത്. അപ്പുറം കിടക്കണം. എസ്റ്റേറ്റിലുണ്ടോണ്ട് ഭാഗ്യമാണ് കേട്ടോ. എന്താ വെച്ചാൽ ഒരുപാട് സ്റ്റെപ്പ് കയറേണ്ടി വരൂലേ. ഇതാകുമ്പോൾ അവിടെ കയറി നിൽക്കല്ലേ വേണ്ടു. നമ്മളിപ്പുറം എത്തി. അങ്ങനെ കുറച്ച് അപ്പുറത്ത് പോയിട്ട് അപ്പുറത്തുനിന്ന് നമ്മൾ ഇതുപോലെ തന്നെ താഴേക്ക് ഇറങ്ങുകയാണ് ചെയ്തത് കേട്ടോ. അതുകൊണ്ട് നല്ലതാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മളെ പുറത്തെത്തി കേട്ടോ. പുറത്തെത്തിയിട്ട് ഓട്ടോക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് ചായ കുടിക്കണമല്ലോ ഫസ്റ്റ്. നമ്മൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നാസ്ത കഴിച്ചു. അങ്ങനെ ചപ്പാത്തിയും കടലക്കറിയും മുട്ടക്കറിയും അങ്ങനെ ഒരാൾക്ക് വേണ്ടത് അങ്ങനെ ഇഷ്ടമുള്ളതെടുത്ത് കഴിച്ചു. പോകേണ്ട അടുത്ത് ഇവിടെ ട്രെയിൻ ഇറങ്ങി മാത്രം പോരല്ലോ. പിന്നെ നമുക്ക് വേറെ ആവശ്യത്തിന് വന്നതാണ് കേട്ടോ. അപ്പോൾ അവിടത്തേക്ക് പോകണമെങ്കിൽ നമ്മൾ ഊബർ പിടിക്കണം കേട്ടോ. ഇവിടെ ഫുൾ ഊബറാണ് കേട്ടോ. അപ്പം ഓട്ടോ ആയാലും കാറായാലും നമ്മൾ ഫോണിൻ്റെ കൂടെയാണ് കേട്ടോ ബുക്ക് ചെയ്തിട്ട് വരുത്താന്ന്. ലൊക്കേഷൻ അയച്ചു കൊടുത്താൽ അവിടത്തേക്ക് വരും. ഞാൻ ഫസ്റ്റ് ടൈം കേട്ടോ ഇങ്ങനെ ഊബറൊക്കെ പിടിച്ചിട്ട് പോകുന്നത്. ആദ്യമായിട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാറിലാണ് കേട്ടോ പോയത്. നമ്മൾ അവിടെ ഓഫീസിലേക്ക് എത്തി. അവിടെ എത്തിയിട്ട് അവിടെ ഓഫീസിലൊക്കെ പോയി കേട്ടോ. അവിടെ നിന്ന് കുറച്ച് സംസാരിച്ചപ്പം അവർ പറഞ്ഞു വേറെ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അവരെ മെയിൻ ഓഫീസ് ഇതാണ് കേട്ടോ.
അങ്ങനെ ഓഫീസിൽ നിന്ന് മറ്റേ ഓഫീസിലേക്ക് മറ്റത്തേക്ക് പോകാൻ കേട്ടോ. അവിടെ നിന്ന് നമ്മൾ ഊബറാണ് കേട്ടോ പിടിച്ചത്. ഇവിടത്തേക്ക് കുറച്ച് ദൂരം വരാനുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ വലുതായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. നിങ്ങൾക്ക് ഇങ്ങനെ പുറത്തെ കാഴ്ചകൾ ഇങ്ങനെ കാണുമ്പോൾ ബോറടിക്കില്ലേ എന്ന് വിചാരിച്ചു. ഞങ്ങൾ എത്തി കേട്ടോ. പിന്നെ ഇവിടെ എത്തിയിട്ട് നമുക്ക് ഉള്ളിലത്തെ വീഡിയോ ഒന്നും അങ്ങനെ കൂടുതൽ എടുക്കാൻ പറ്റില്ല. പുറത്തുള്ള വീഡിയോസ് മാത്രം അങ്ങനെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. ചില അവരൊക്കെ ഓഫീസിലവർക്കൊക്കെ ഇഷ്ടമാവുമെന്ന് അറിയില്ലല്ലോ. ഞാൻ അവരോട് ചോദിച്ചിട്ട് എടുക്കായിരുന്നു, പക്ഷെ ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ. പുറത്തെ കാഴ്ചകളൊക്കെ നല്ല രസമുണ്ട് കാണാൻ. അപ്പം നമുക്ക് എല്ലാവർക്കും ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി. അവിടെ നിന്ന് നമ്മൾ ഊബറിനാണ് കേട്ടോ തിരിച്ച് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ പോകേണ്ടത്. പിന്നെ ഫുഡും കഴിച്ചിട്ടില്ല, കുറേ ലേറ്റായി. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ആദ്യമായിട്ടില്ല ഇവിടത്തേക്ക് വന്നത്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. കുറേ ഭാഗം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, കുറേ ലെങ്ത് ആവണ്ടാച്ചിട്ട് കട്ടാക്കിയിട്ടാണ് കേട്ടോ ഇടുകയും ചെയ്തത്. അപ്പോൾ ഇവിടുത്തെ പുറത്തുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു നോക്കട്ടോ. അധികം വേണമെങ്കിൽ ഇവിടെയൊക്കെ പോയിട്ടുണ്ടാവുമായിരിക്കും. അപ്പം നിങ്ങളൊക്കെ വിചാരിക്കും ഇവളെന്താ ഇങ്ങനത്തെയൊക്കെ വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം കണ്ടാൽ മതി കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തി ഫുഡ് ചോദിച്ചപ്പോൾ പിന്നെ ചോറൊന്നും അവിടെ നിന്ന് കഴിക്കണ്ടെന്ന് വിചാരിച്ചു. നമ്മൾ പൊറോട്ടയും ഗോബി മഞ്ചൂരി അങ്ങനെയൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ചു. ഇവിടെ വലുതായിട്ടുള്ള സ്നാക്സും കാര്യങ്ങളും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾക്ക് ഒരുപാട് കറങ്ങാൻ നിന്നിട്ടില്ല. എന്തെങ്കിലും മേടിക്കാന്ന് വെച്ചിട്ട് പോയത് അവിടെ ഒന്നും ഇല്ല കേട്ടോ. 2-3 ഷോപ്പേ ഉള്ളൂ. പിന്നെ അത് ഇത്ര ഇഷ്ടമായിട്ടില്ല. അങ്ങനെ നമുക്ക് കുറച്ച് സമയമുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു രാവിലെ വന്നതല്ലേ, അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമുക്ക് സമയമുണ്ട് കേട്ടോ ട്രെയിൻ വരാൻ. നമ്മൾ വന്ദേഭാരത്തിനാണ് കേട്ടോ ബുക്ക് ചെയ്തത്. അപ്പം അത് കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്. നമ്മൾ പിന്നെ എവിടെയൊക്കെ പോകണമെന്നൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച് പോവാം കേട്ടോ. മുന്നിലാണോ ബാക്കിലാണോ, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയൊക്കെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നു കേട്ടോ ട്രെയിന്. ഇതാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ വന്ദേഭാരതത്തിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. മംഗലാപുരം പോകുമ്പോഴൊക്കെ നമ്മൾ കണ്ണവരൊക്കെ ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. കയറിയത് ഫസ്റ്റാണ്. പിന്നെ ഇതുപോലത്തെ സീറ്റൊക്കെയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ബസ്സിലൊക്കെ ഇരിക്കുന്ന പോലെ അതുപോലത്തെ സീറ്റാണ്. പിന്നെ ഓരോരോ പേപ്പർ ഉണ്ടാവും കേട്ടോ. എല്ലാ സീറ്റിനും ഓരോരോ പേപ്പർ രാവിലെ തന്നെ ഇടുന്നതാണ് കേട്ടോ. നമ്മൾ വൈകുന്നേരം കേട്ടോ നമ്മൾ 6:45 ട്രെയിൻ കയറുന്നത്. പിന്നെ രാവിലെ അങ്ങനെ ഉണ്ടാവും ഓരോരോ സീറ്റിന് ഓരോരോ പേപ്പർ. അത് ഓരോരോ പേപ്പറാണ് കേട്ടോ. പിന്നെ ഓരോരോ കുപ്പിയും വെള്ളം, എല്ലാവർക്കും ഓരോരോ വെള്ളവും ഉണ്ടാവും കേട്ടോ. അത് ഏത് സ്റ്റേഷനിലാണ് നമ്മൾ കയറുന്നത് അപ്പോൾ അവർ വന്ന് നോക്കിയിട്ട് ഒരു വെള്ളമൊക്കെ കൊണ്ടു തരും കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ ഇവർ വന്ന് ചെക്ക് ചെയ്തത്. ഇവർ വന്നുകൊണ്ടിരിക്കും എന്താ വേണമെന്നൊക്കെ ചോദിച്ചിട്ട്. ട്രെയിൻ കയറി ഉള്ളിലെത്തിയിട്ടാകുമ്പോൾ ഒരു ചില്ല് നമ്മൾ പ്രസ് ചെയ്തിട്ട് ആ വാതിൽ തുറക്കലാണ് കേട്ടോ. ചില്ലിൻ്റെ ഒരു വാതിലാണ്. പിന്നെ ഇതുപോലെയാണ് സീറ്റൊക്കെ ഉണ്ടാവുക ബസ്സിലെ സീറ്റ് പോലെ. ഒരു സൈഡ് 3 ഒരു സൈഡ് 2. നമ്മൾ ശ്രദ്ധിക്കാൻ ഒരുപാട് ആളുടെ വന്ന് ചോദിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടൊക്കെ ഉണ്ട്.
പിന്നെ ചില്ലാണ് കേട്ടോ ഫുള്ള് AC അല്ലേ, അപ്പോൾ തുറക്കാനൊന്നും പറ്റില്ല. പിന്നെ നമ്മൾ ഫുഡ് മേടിച്ചിട്ടാണ് ഇവിടുന്ന് ഒരു കോഫി മേടിച്ചു കേട്ടോ. കോഫിയിലുണ്ടായത് നമുക്കൊരു ചൂടുവെള്ളം കിട്ടും ഒരു ഗ്ലാസ്സിൽ, പിന്നെ കോഫി പൗഡർ ഉണ്ടാവും, പിന്നെ ഒരു ബിസ്ക്കറ്റും. ഇതും കൂടി ആ ഒരു ബിസ്ക്കറ്റ് പാക്കറ്റിൽ 2 ബിസ്ക്കറ്റ് ഉണ്ടാവുക. പിന്നെ 15 രൂപയാണ് കേട്ടോ. ഒരു ഗ്ലാസ്സിന് 15 രൂപയാണ് കോഫിക്ക്. പക്ഷേ അതിനോടൊന്നുമില്ല കേട്ടോ, ഇതിൽ 2 ബിസ്ക്കറ്റൊക്കെ ഉണ്ട്. ബിസ്ക്കറ്റ് നല്ല ഇഷ്ടമായി കേട്ടോ. കോഫി അത്ര പോരാ, അത് വെള്ളത്തിന് ചൂട് കുറവായിരുന്നു കേട്ടോ. നല്ല ചൂടുവെള്ളമാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടായിരുന്നു. പിന്നെ AC ഒക്കെ ഇട്ടുകൊണ്ട്, AC ഇട്ടതുകൊണ്ടല്ല, ചില്ലൊന്നും തുറക്കാം, അത് സൈഡ് ചില്ലൊന്നും തുറക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടോ. നമുക്ക് ഈ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാനല്ലേ രസം. എനിക്കങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെയാണ്, നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതൊക്കെ ചില്ലൊക്കെ പൊട്ടി വാതിലൊക്കെ തുറക്കാതെ പുറത്തെ കാഴ്ചകളും പിന്നെ കാഴ്ചകളൊന്നും കാണാതെ പോകാൻ ഇഷ്ടമാണെങ്കിലും എല്ലാം പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ പോകുന്ന ഇഷ്ടമാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ആകെ ക്ഷീണം പിടിച്ചു കേട്ടോ നമ്മൾ. പിന്നെ നമ്മൾ ഇറങ്ങാനായി കണ്ണൂർ, കാസർഗോഡ് എന്നാണ് പറയുന്നത്, കണ്ണൂരെത്താനായി കേട്ടോ. കണ്ണൂരെത്തുന്നതിന് കുറച്ച് മുന്നേ നമ്മൾ എണീറ്റ് അതിൻ്റെ അടുത്തേക്ക് പോകുന്നു മാത്രം കേട്ടോ. അത് എത്തിക്കഴിഞ്ഞ് അവിടെ നിർത്തിയതിന് ശേഷം വാതിൽ തുറക്കും. അല്ലാതെ അത് തനിയെ അവർ തന്നെ ഈ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ആകുന്നതാണ് കേട്ടോ. നമ്മൾ മറ്റുള്ള ട്രെയിൻ പോലെ അങ്ങനെ തുറന്ന് വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ കണ്ണൂരെത്തി. നമ്മൾ കണ്ണൂർ ടു കൊച്ചിയിലെ വിശേഷങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു ഡേറ്റ് വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.